അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1200, സൂറത്തുൽ അൻആം 159, 160 സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ലദീന ഫറഖൂ ദീനഹും വകാനൂ ശിയഅൻ ലസ്ത മിൻഹും ഫീ ശൈഇ إنما أمرهم إلى الله ثم ينبئهم بما كانوا يفعلون من جاء بالحسنة فله 10 أمثالها ومن جاء بالسيئة فلا يجزى إلا مثلها وهم لا يظلمون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. إن الذين فرقوا دينهم, നിശ്ചയം അവരുടെ മതത്തെ ഭിന്നിപ്പിച്ച ആളുകൾ, വകാനൂ ശിയഅൻ, അവർ വിവിധ കക്ഷികളാവുകയും ചെയ്തു. അങ്ങനെയുള്ള ആളുകൾ ലസ്ത മിൻഹും ഫീ ഷൈഇൻ, അവരുമായി തങ്ങൾ യാതൊരു കാര്യത്തിലും അല്ല, അവരുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല. ഇന്നമാ അംറുഹും ഇലല്ലാഹ്, നിശ്ചയം അവരുടെ കാര്യം അള്ളാഹുലേക്ക് ഏൽപ്പിക്കപ്പെട്ടതാണ്. സുമ്മ യുനബ്ബിഉഹും, പിന്നീട് അള്ളാഹു തആല അവർക്ക് അറിവ് നൽകും. ബിമാ കാനൂ യഫ്അലൂൻ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനെ സംബന്ധിച്ച്. മൻ ജാഅ ബിൽ ഹസനത്തി, ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ ഫലഹു 10 അംസാലിഹ, അവനതിന്റെ 10 ഇരട്ടി പ്രതിഫലമുണ്ട്. വമൻ ജാഅ ബിസ്സയ്യിഅ, അതേ സമയത്ത് ഒരാൾ ഒരു തിന്മയാണ് കൊണ്ടുവന്നതെങ്കിൽ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹ, തുല്യമായതിനെ അല്ലാതെ അവന് പ്രതിഫലം നൽകപ്പെടുകയില്ല. അഥവാ ഒരു തിന്മക്ക് ഒരു ശിക്ഷ എന്ന് മാത്രം. വഹും ലാ യുളമൂൻ, അവർ ആക്രമിക്കപ്പെടുന്നവരെ അല്ല എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞു. കഴിഞ്ഞ കുറെ സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നേർമാർഗം അതാണ് എന്ന് വ്യക്തമാക്കുകയും ആ നേർമാർഗത്തിന് വിരുദ്ധമായ വഴികളെ, മാർഗങ്ങളെ പിന്തുടരരുത് എന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നുവല്ലോ. ആ ആശയം വിശദീകരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചും മൂസാ നബിക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തെ സംബന്ധിച്ചും ഖുർആനെ സംബന്ധിച്ചും ഖുർആൻ പിന്തുടരേണ്ടതിന്റെ അനിവാര്യതയെ സംബന്ധിച്ചുമെല്ലാം സൂചിപ്പിക്കുകയും സത്യനിഷേധികളായ ആളുകൾ കാത്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞ സൂക്തങ്ങളിൽ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ രേഖപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ നേർമാർഗം വിട്ട് മറ്റു മാർഗങ്ങളിലൂടെ മുന്നോട്ടു പോകുന്ന ആളുകളെ വിശദീകരിക്കുന്നു. ഇവിടെ എന്തിനാണ് അത് വിശദീകരിക്കുന്നത് എന്നത് സംബന്ധമായി മഹാനായ അബൂ ഹയ്യാൻ റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഈ കാര്യം വിശദീകരിക്കുന്നതിൽ യുനബ്ബിഹൽ മുഅ്മിനീന അലൽ ഇഖ്തിലാഫി അലദ്ദീനിൽ ഖവീം, ശരിയായ മതത്തിൽ യോജിപ്പോടുകൂടെ ഭിന്നിപ്പിന്റെ സ്വരമുണ്ടാക്കാതെ ഒന്നിച്ചു പോകാൻ വിശ്വാസികളെ ഉണർത്താനാണ് അല്ലാഹു തആല ഇത് പറയുന്നത്. വലിയ അല്ലാ യഖ്തലിഫു കമാ ഇഖ്തലഫ മൻ ഖബലഹും മിനൽ ഉമം, കഴിഞ്ഞ സമുദായങ്ങൾ ഭിന്നിച്ചതുപോലെ അവർ ഭിന്നിക്കാതിരിക്കാൻ വേണ്ടിയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യങ്ങൾ ഉണർത്തുന്നത്. നബിമാർ വന്നു, ആ നബിമാരുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുകയും അഭിപ്രായ ഭിന്നതയില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സുവർണ കാലഘട്ടം ഓരോ സമുദായത്തിന്റെയും അനുയായികൾക്കുണ്ടായി. എന്നാൽ കാലാന്തരത്തിൽ അവർക്കിടയിൽ കടുത്ത ഭിന്നിപ്പും വിദ്വേഷങ്ങളും കടന്നു വരികയും അവർ വിവിധ കക്ഷികളായി കക്ഷിത്വത്തിന് വേണ്ടിയുള്ള സംസാരങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ തങ്ങളുടെ ഉമ്മത്തിലും അദ്വൈതത്തിലുള്ള അതേ നിലപാടുകൾ നടക്കുകയാണ്. വേദക്കാരായിട്ടുള്ള ആളുകൾ, അതേപോലെ തന്നെ മുശ്രിക്കുകളായിട്ടുള്ള അറേബ്യൻ മുശ്രിക്കുകൾ ഉൾപ്പെടെയുള്ളവർ, അവരെ സംബന്ധിച്ചെല്ലാം ഈ ആയത്ത് അവരുടെ വിഷയത്തിൽ ഇറങ്ങിയത് എന്ന സംബന്ധമായി വിവിധ വീക്ഷണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ ഉമ്മത്തിലെ പുത്തൻ ചിന്താഗതിക്കാരായ ആളുകൾക്ക് കൂടി ഈ സൂക്തം ബാധകമാണ് എന്നും ഇമാമുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണമായി നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാം ബഗവി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തി, ആരാണ് ഈ വിഭാഗം? ഇന്നല്ലദീന ഫറഖൂ ദീനഹും, അവരുടെ മതത്തെ ഭിന്നിപ്പിച്ചവർ, വകാനൂ ശിയഅൻ,
എന്നിട്ട് അവർ വ്യത്യസ്ത കക്ഷികളാവുകയും ചെയ്തു. അങ്ങനെ കക്ഷിത്വത്തിനു വേണ്ടി സംസാരിക്കുന്ന ആളുകൾ ആരാണ് എന്നത് സംബന്ധമായി ബഹുമാനപ്പെട്ട ഇമാം ബഗവി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം. അത് വഹുമുൽ യഹൂദ് വൻ നസാറ, യഹൂദി നസാറാക്കളെ സംബന്ധിച്ചാണ് പറയുന്നത് എന്ന് ഒരു പക്ഷം. വഖീലഹും അസ്ഹാബുൽ ബിദഅ വശുബുഹാത്തി മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ പുത്തൻ ചിന്താഗതിക്കാരും അതേപോലെ തന്നെ സംശയരോഗികളായിട്ടുള്ള ആളുകളും അവർക്ക് ഇത് ബാധകമാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബഗവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ മറ്റു മുഫസ്സിറുകളും രേഖപ്പെടുത്തിയതിനു ശേഷം മഹാന ഇബ്നു ജരീർ തിബിരി തങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറഞ്ഞു, ബിദഅകളും അതേപോലെ തന്നെ സംശയത്തിന്റെ ജനങ്ങളുടെ ഇടയിൽ അനാവശ്യമായ സംശയങ്ങൾ ഉണ്ടാക്കുന്നവരും അതുപോലെ തന്നെ വഴികേടിന്റെ ആളുകളുമായി ഈ ഉമ്മത്തിലെ ആളുകൾക്കും ഇത് ബാധകമാണ്. അതേപോലെ തന്നെ യഹൂദി നസാറാക്കൾ അതുപോലെ തന്നെ അറേബ്യൻ മുശ്രിക്കുകൾ എന്നിവരെ സംബന്ധിച്ചൊക്കെ വ്യത്യസ്ത വീക്ഷണങ്ങൾ പലരും പറഞ്ഞു. അത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു കസീർ പറയാണ്, വല്ലാഹിറു അന്നൽ ആയത ആമ്മത്തുൻ ഫീ കുല്ലി മൻ ഫാറഖ ദീനല്ലാഹ് വകാന മുഖാലിഫൻ ലഹു, അള്ളാഹുവിന്റെ മതത്തെ ഭിന്നിപ്പിക്കുകയും അതിൽ നിന്ന് വേർതിരിഞ്ഞു പോവുകയും അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുകയും ചെയ്തവർ അവരെല്ലാവരും ഈ ആയത്തിന്റെ പരിധിയിൽ വരും. അത് ഈ ഉമ്മത്തിലുള്ള പുത്തൻവാദികളും വരും, അതേപോലെ യഹൂദി നസാറാക്കളും വരും, അറേബ്യൻ മുശ്രിക്കുകളും വരും. ഇതേ സ്വഭാവം സ്വീകരിച്ച ഇനി ഈ ദുനിയാവിൽ ഏതൊക്കെ കക്ഷികളുണ്ടോ ആ കക്ഷികളെല്ലാം ഇതിന്റെ പരിധിയിൽ വരുന്നവരാണ്. കാരണം ഫഇന്നല്ലാഹ ബഅസ റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദൂതരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്മാർഗവും സത്യദീനുമായിട്ടാണ് പറഞ്ഞയച്ചത്. ആ ദീനുമായി തങ്ങൾ വന്നപ്പോൾ എല്ലാ ആശയങ്ങളെയും അതിജയിച്ച് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധനം ചെയ്ത ദീൻ അത് വിജയിച്ചു നിൽക്കുക തന്നെ ചെയ്യും. ശറഉഹു വാഹിദുൻ ലഖ്തിലാഫ ഫീഹി വലഫ്തിറാഖ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത് അത് ഒറ്റൊന്നു മാത്രമാണ്, അതിൽ ഭിന്നതയില്ല, അതിൽ പിന്നെ ആളുകൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസവുമില്ല. അതുകൊണ്ട് തന്നെ വമനിഖ്തലഫ ഫീഹി വകാനൂ ശൈഅൻ, അവര് ഭിന്നിപ്പുണ്ടാക്കുകയും വ്യത്യസ്ത കക്ഷികളാവുകയും ചെയ്താൽ ആ കക്ഷികൾക്കെല്ലാം ഫഇന്നല്ലാഹ ഖദ് ബറഅ റസൂലഹു മിമ്മാ ഹും ഫീഹി, അവരുള്ള ഭിന്നിപ്പിന്റെ നിലപാടിൽ മുത്തുനബിയെ അല്ലാഹു തആല ഒഴിവാക്കിയിരിക്കുന്നു. ഇബ്നു കസീർ തന്നെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളോട് പറയുന്നത്, അങ്ങനെ ഭിന്നിപ്പുണ്ടാക്കുന്ന കക്ഷികൾ അവരുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, അഥവാ അവരുടെ ആ ഭിന്നിപ്പിന്റേതായിട്ടുള്ള ആശയങ്ങൾ, ആ ആശയങ്ങളുമായി തങ്ങൾക്ക് യാതൊരു യോജിപ്പോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളോ തങ്ങൾക്കില്ല. അപ്പൊ ഇത് എല്ലാ കാലത്തും ജീവിച്ച ഭിന്നിപ്പിന്റെ കക്ഷികളായിട്ടുള്ള അഥവാ അതാത് കാലഘട്ടത്തിലെ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത ഒറിജിനാലിറ്റി നഷ്ടപ്പെടാത്ത ആശയങ്ങളോട് കലഹിച്ച് അതിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ശൈലികളും ചിന്തകളും കൊണ്ടുവരുന്ന ആളുകൾ, ആ ആളുകൾക്കെല്ലാം ബാധകമാണ്. അവരോടൊന്നും യഥാർത്ഥത്തിൽ തങ്ങൾക്ക് ബന്ധമില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മതത്തിൽ നിന്നുകൊണ്ട് ഇപ്പൊ സമകാലിക സമൂഹത്തിൽ നമ്മൾ സംസാരിച്ചാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സഹാബത്തിലേക്ക് പകർന്നു കിട്ടുകയും സഹാബത്തിൽ നിന്ന് അടുത്ത തലമുറയും അവരിൽ നിന്ന് അടുത്ത തലമുറയും ആയി അങ്ങനെ ഇങ്ങനെ കാതോട് കാതോരം നമ്മിലേക്ക് എത്തി നിൽക്കുന്ന മഹത്തായ ദീൻ, ആ ദീനിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായ ശൈലികൾ, ആ ശൈലികൾ ഒരിക്കലും തന്നെ കൊണ്ടു നടക്കാൻ പാടില്ല. അത് കൊണ്ട് നടക്കുമ്പോഴാണ് ഒരാൾ ബിദഅയാവുന്നത്. ആ ബിദഅ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. മുത്തുനബിയുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. റസൂലുള്ളാഹിയിട്ട് ബന്ധമില്ലാത്ത ആൾക്ക് പിന്നെ അല്ലാഹുവായിട്ട് ബന്ധം ഉണ്ടാവുമോ? ബന്ധം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരാൾ ബിദഅത്തുകാരനായാൽ അവനവന്റെ മതം പൊളിക്കാൻ സഹായിക്കുകയാണ്. അവന്റെ എല്ലാ അമലുകളും അല്ലാഹു തആല സ്വീകരിക്കാതെ അവന്റെ ഫർളും സുന്നത്തുമൊന്നും കബൂൽ ചെയ്യാതെ പോകുമെന്നും വിദേഹത്തുകാരനെ ആദരിക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് പോലും മതം പൊളിക്കാൻ സഹായിക്കലാണെന്നും ഒക്കെ ഹദീസിൽ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു സംഭവം ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ബഗവി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നുണ്ട്. ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സല്ലല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇർബാദ് ഇബ്നു സാരിയ തങ്ങൾ പറയാണ്, നബി തങ്ങൾ ഞങ്ങളെ കൊണ്ട് നിസ്കരിച്ചു സുബഹി നിസ്കരിച്ചിട്ട് ഫഅലനാ മൗഇദത്തൻ ബലീഗത്തൻ, വളരെ ആശയഗാംഭീര്യതയുള്ള ഒരു ഉപദേശം ഞങ്ങൾക്ക് നബി തങ്ങൾ നൽകി. സരിഫത്ത് മിൻഹൽ ഉയൂൻ, കണ്ണുകൾ ആ ഉപദേശം കാരണത്താൽ സജലങ്ങളായി, വജിലത്ത് മിൻഹൽ ഖുലൂബ്, ഹൃദയങ്ങൾ എല്ലാം ഭയക്കുകയും പേടിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന
കേൾക്കുമ്പോൾ കണ്ണിൽ നിന്ന് കുടുകൂടാ കണ്ണുനീര് വരും വിധത്തിലുള്ള വികാരപരമായിട്ടുള്ള ഒരു ഉപദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് നൽകി. അപ്പോൾ കൂട്ടത്തുനിന്ന് ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് നബിയെ, ഈ ഉപദേശം കേൾക്കുമ്പോൾ ഒരു യാത്ര ചോദിക്കുന്ന ആളുടെ ഉപദേശം പോലുണ്ടല്ലോ, അതായത് തങ്ങൾ ഈ ലോകത്തോട് വിട പറയാൻ അടുത്തതുപോലുണ്ടല്ലോ ഈ ഉപദേശം കേൾക്കുമ്പോൾ. എന്റെ കാലശേഷം നിങ്ങൾ നടപ്പാക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഉപദേശിക്കുന്നത് പോലെ അവസാന സമയത്തുള്ള ഉത്ബോധനം പോലെ തോന്നുകയാണല്ലോ. അതുകൊണ്ട് ഇനിയും എന്തെങ്കിലും ഉപദേശങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നൽകണമെന്നൊരാൾ പറഞ്ഞു. അപ്പൊ ഫഖാല, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഊസിയകും ബിത്തഖ്വല്ലാഹ്, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ച് ജീവിക്കണമെന്ന് നിങ്ങളെ ഞാൻ ഉപദേശിക്കുന്നു. വസ്സംഇ വത്താഅ, അതേപോലെ അധികാരികൾ അതുപോലെ തന്നെ അനുസരിക്കേണ്ടവർ അവരൊക്കെ അനുസരിക്കുകയും അവർ പറയുന്നത് കേൾക്കുകയും ചെയ്യണം. വൈൻകാന അബദൻ ഹബശിയ, അത് എത്യോപ്യക്കാരൻ അവരടിമയാണെങ്കിലും അഥവാ നിങ്ങളുടെ നേതൃത്വ പദവിയിൽ വരുന്നവർ എത്ര താഴ്ന്ന ജാതിക്കാരോ മോശക്കാരോ ആണെന്ന് വന്നാൽ പോലും നിങ്ങൾ അവരെ അനുസരിക്കണം. അത് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ഫഇന്നമയ്യ ഇസ്മിൻകും ബഅദി, കാരണം എന്റെ കാലശേഷം നിങ്ങളെന്ന് ആരെങ്കിലും ജീവിച്ചാൽ ഫസയറ ഇഖ്തിലാഫൻ കസീറ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ മതത്തിന്റെ പേരിൽ തന്നെ അവന് കാണേണ്ടി വരും. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമ്പോൾ ഫഅലൈക്കും ബിസുന്നതി, എന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണേ. സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, സന്മാർഗസിദ്ധികളായിട്ടുള്ള ഖുലഫാഇന്റെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണേ. അഥവാ തർക്കം വരുന്ന വിഷയത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിലപാടെന്താണ്, ഖുലഫാഉർ റാഷിദിന്റെ നിലപാടെന്താണ് എന്ന് നിങ്ങൾ നോക്കി ആ ഖുലഫാഇന്റെ നിലപാടും എന്റെ നിലപാടും നിങ്ങൾ മുറുകെ പിടിക്കണം. അതിനോട് തിരുത്തൽവാദവുമായി കലഹിക്കാൻ വന്നവരുടെ നിലപാടുകളോട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യരുത്. അല്ലു അലൈഹാ ബിന്നവാജിദ്, നിങ്ങൾ അത് അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം. അതായത് വളരെ സ്ട്രോങ് ആയി റസൂലുള്ളാഹിയുടെ നിലപാട് അതുപോലെ സഹാബത്തിന്റെ നിലപാട്, ആ നിലപാടിന്റെ കൂടെ നിൽക്കണം. പുത്തൻവാദ ചിന്താഗതികൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന സമീപനം നിങ്ങൾ സ്വീകരിക്കരുത്. വയ്യാക്കും മുഹദസാത്തിൽ ഉമൂർ, നിങ്ങളെയും പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, കാരണം പുതിയതായി ഉണ്ടാക്കുന്ന എല്ലാ സംഗതികളും അനാചാരമായിരിക്കും, വഴികേടായിരിക്കും. ആ വഴികേട് നരകത്തിലേക്ക് പോകാനുള്ള സംഗതിയുമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിച്ചു. നോക്കൂ, റസൂലുള്ളാഹിന്റെ മറ്റൊരു ഹദീസിൽ കാണാം, എല്ലാ സമുദായങ്ങളും യഹൂദികളും നസാറാക്കളും 71 72 കക്ഷികളായി ഭിന്നിച്ചു. എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി ഭിന്നിക്കും. അതിലെല്ലാവരും നരകത്തിൽ, ഒന്നുമാത്രം സ്വർഗത്തിൽ. ആ ഒന്നേതാണെന്ന് സഹാബത്തിന്റെ ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മാ അന അലൈഹി വസഹാബി, ഞാനും എന്റെ സഹാബികളും ഏതൊരു നിലപാടിലാണോ ഉള്ളത് ആ നിലപാടനുസരിച്ച് ജീവിക്കുന്നവരാണ് രക്ഷപ്പെട്ട ഒരു കക്ഷി, സ്വർഗത്തിലേക്ക് പോകാനുള്ളൊരു വിഭാഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വ്യക്തമായും ആലോചിക്കണം. ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ നിലപാടുകൾ, അതിന്റെ പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പൂർവ്വസൂരികളായ മഹത്തുക്കൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽക്കിങ്ങോട്ട് നമുക്ക് മതമായി കാണിച്ചു തന്നിട്ടുള്ള മഹിതമായ ആശയങ്ങളോട് കലഹിച്ച് അതിന് വിരുദ്ധമായ ചിന്താഗതികൾ യുക്തിവാദത്തിന്റെയും അതേപോലെ തന്നെ എനിക്കത് ബോധ്യപ്പെടുന്നില്ല എന്നതിന്റെയും ഒക്കെ പേരിൽ കൊണ്ടുവരുന്ന ആളുകൾ, ആ ആളുകൾ ഒരിക്കലും നമ്മൾ വാക്കുകൊണ്ടുപോലും സപ്പോർട്ട് ചെയ്തുകൂടാ. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് അവരോടൊരു ബന്ധവുമില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുന്നത് എന്നത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾ നോക്കൂ, ഇതിവിടെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം. ചിലർക്ക് സംശയം ഉണ്ടാകാം, എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീനില് ഭിന്നിപ്പ് പാടില്ല എന്നാണല്ലോ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി ഇങ്ങനെയൊക്കെ ഭിന്നിപ്പല്ലേ? ആ ഭിന്നിപ്പ് ഒഴിവാക്കിയിട്ട് നമ്മൾ നേരെ ഹദീസിലേക്ക് നീങ്ങിയാ പോരെ എന്ന് ചോദിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീനിന്റെ ആശയങ്ങളെ ഉൾക്കൊള്ളേണ്ട പോലെ ഉൾക്കൊണ്ട് സമൂഹത്തിന് നൽകിയവരാണ് ഈ 4 മഹാന്മാരും. ഷാഫിഈ, ഹനഫി, ഹംബലി, മാലിക്കി, ഈ 4 ഇമാമുകളും ഈ ദീനിന്റെ ശരിയായ ആശയങ്ങളെ ശരിയാം വിധം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന് നൽകിയതാണ്. എങ്കിൽ പിന്നെ എങ്ങനെ ഭിന്നത വന്നു എന്ന് വെച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഹദീസുകളും അതേപോലെ ദീനും പഠിച്ച സഹാബത്ത്, ആ സഹാബത്തിന്റെ ഇടയിൽ കർമ്മപരമായ വിഷയങ്ങളിലൊക്കെ ചില ഭിന്ന വീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസ്, ആ ഹദീസിന് വ്യാഖ്യാനത്തിന് പഴുതുണ്ടാവുകയും ഇങ്ങനെയാണ് റസൂലുള്ളാഹി പറഞ്ഞത് എന്ന് ഓരോ സഹാബികളും വ്യത്യസ്തമായി മനസ്സിലാക്കുകയും ചെയ്തു.
അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഒരു സഹാബി ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു, മറ്റേ സഹാബി അങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. എന്നാൽ ഈ രണ്ടു സംഗതികളും റസൂലുള്ളാഹിയുടെ അടുത്ത് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ അത് രണ്ടും ശരിയാണ് എന്നും റസൂലുള്ള പറഞ്ഞു. അപ്പൊ ഈ ഭിന്നിപ്പ് റസൂലുള്ള അംഗീകരിച്ചതാണ്. സഹാബത്തിൽ നിന്ന് കർമ്മപരമായ വിഷയത്തിൽ ചില ഭിന്ന വീക്ഷണങ്ങളുണ്ട്. ആ വീക്ഷണങ്ങളുടെ ചുവട് പിടിച്ചാണ് മദ്ഹബിന്റെ അഭിപ്രായ വ്യത്യാസം എന്നും നമ്മൾ മനസ്സിലാക്കണം. അതൊരിക്കലും തന്നെ അടിസ്ഥാനപരമായ ഭിന്നിപ്പല്ല. അപ്പൊ അടിസ്ഥാനപരമായ ഭിന്നിപ്പുണ്ടാക്കുന്നവരെ പറ്റിയാണ് ഇന്നല്ലദീന ഫർറഖൂ ദീനഹും വകാനൂ ശിയആ, അവരുടെ മതത്തെ ഭിന്നിപ്പിക്കുകയും അവർ കക്ഷികളായി തീരുകയും ചെയ്തവർ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. കാരണം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും സഹാബത്തിൽ നിന്നും പകർന്നു കിട്ടിയിട്ടുള്ള ആശയങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളെ വെല്ലുവിളിക്കുന്ന ശൈലിയും സ്വഭാവവും സ്വീകരിച്ചുകൂടാ. അവിടെയാണ് ബിദ്അത്തും അതേപോലെ സുന്നത്തും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് എന്നത് പ്രത്യേകമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമായി നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ നോക്കൂ, ഈ കാര്യം പ്രത്യേകം നമ്മൾ ചിന്തിക്കേണ്ടതിന്റെ സാഹചര്യം എന്താ? ദീനിൽ ഇല്ലാത്ത സംഗതികൾ ദീനിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച് ദീനനുസരിച്ച് ജീവിക്കുന്നവർക്ക് നേരെ ചിർക്കാരോപണം ഉന്നയിക്കുന്ന ഗുരുതരമായ അപകടം ആണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതിനാൽ ഇത് പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ് എന്ന് ഉണർത്തുന്നു. ഏതായാലും ഇന്നല്ലദീന ഫർറഖൂ ദീനഹും, അവരുടെ മതത്തെ ഭിന്നിപ്പിച്ച ആളുകൾ, അതേപോലെ വകാനൂ ശിയആ, അവർ വിവിധ കക്ഷികളായി ഭിന്നിക്കുകയും ചെയ്തിട്ടുള്ള ആളുകൾ, ലസ്ത മിൻഹും ഫീ ഷൈഇൻ, തങ്ങൾ അവരുമായി യാതൊരു ബന്ധവുമില്ലാത്തവരാണ്. അഥവാ അവരുടെ ആ തെറ്റായ ചിന്താഗതികളും ആശയങ്ങളുമായി തങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല, തങ്ങൾക്ക് അതിന്റെ ഉത്തരവാദിത്വവുമില്ല. അവരുടെ ആ തെറ്റായ ആശയങ്ങൾക്കുള്ള ശിക്ഷ അവരേറ്റുവാങ്ങിയാൽ മതിയാകും, തങ്ങൾക്കൊരിക്കലും തന്നെ അതുമായി ബന്ധപ്പെടേണ്ട ഒരു വിഷയവും വരുന്നില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് അള്ളാഹു പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്നമാ അംറുഹും ഇലല്ലാഹ്, നിശ്ചയം അവരുടെ കാര്യം അള്ളാഹുലേക്ക് ഏൽപ്പിക്കപ്പെട്ടതാണ്. അഥവാ അവർക്ക് എന്ത് ശിക്ഷ കൊടുക്കണം എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് തീരുമാനിക്കുന്നത്. സുമ്മ യുനബ്ബിഉഹും ബിമാ കാനൂ യഫ്അലൂൻ, അവർ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു തആല അവർക്ക് പിന്നീട് വിവരം നൽകുന്നതാണ്. അതായത് പരലോകത്ത് വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം അവർക്ക് രണ്ടു കൂട്ടർക്കും നൽകും. നന്നായി ജീവിച്ചവർക്കും അതേപോലെ മോശക്കാരായവർക്കും രണ്ടു കൂട്ടർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു അവന്റെ ഖുർആനിലൂടെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഭിന്നിപ്പ്, അനാവശ്യമായ ഭിന്നിപ്പുകളുടെ ആ റൂട്ടിലൂടെ കടന്നു പോകുന്ന ആളുകളായി നമ്മൾ മാറിക്കൂടാ എന്ന് മാത്രമല്ല, അത്തരം ഭിന്നിപ്പിന്റെ കക്ഷികളെ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പ്രോത്സാഹിപ്പിക്കുന്ന ശൈലിയും സമീപനവും പോലും സ്വീകരിക്കാൻ പാടില്ല. പൂർവ്വസൂരികളായ മഹത്തുക്കൾ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചു തന്ന ദീനിന്റെ മഹിതമായ ആശയങ്ങളെ നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം. അപ്പൊ പിന്നെ 4 മദ്ഹബ് ഉണ്ടായില്ലേ എന്ന ചോദ്യം പ്രസക്തമല്ല. കാരണം എന്താ? 4 മദ്ഹബ് സഹാബത്തിന്റെ ഇടയിലുണ്ടായ ഭിന്ന വീക്ഷണങ്ങളുടെ ചുവട് പിടിച്ചാണ് വന്നിട്ടുള്ളത്. സഹാബത്തിന്റെ ഇടയിലുണ്ടായ ഭിന്ന വീക്ഷണങ്ങളെ ഭിന്നിപ്പ് പാടില്ല എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ പാടില്ല എന്ന് പറഞ്ഞ ഭിന്നിപ്പേത്, ആശാവഹമായ ഭിന്നിപ്പേത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. പാടില്ല എന്ന് പറഞ്ഞ ഭിന്നിപ്പ് അടിസ്ഥാന ആശയങ്ങളിൽ തന്നെ എന്തു വരുത്തുക, മാറ്റം വരുത്തുന്ന ഭിന്നിപ്പാണ് പാടില്ല എന്ന് പറഞ്ഞത്. അതേസമയത്ത് ശാഖാപരമായ വിഷയങ്ങളിൽ എന്തുണ്ടാകും? ഉദാഹരണം ഞാനൊരു ഉദാഹരണം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ്? ബനൂ ഖുറൈലയിലേക്ക് യുദ്ധത്തിന് പറഞ്ഞേക്കുന്ന സഹാബത്തിനോട് റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ ബനൂ ഖുറൈലയിൽ ചെന്നല്ലാതെ നിസ്കരിക്കരുത്. തങ്ങളുടെ പ്രയോഗം അങ്ങനെയാണ്, ബനൂ ഖുറൈലയിൽ എത്തിയിട്ടേ നിങ്ങൾ നിസ്കരിക്കാവൂ. അത്ര നല്ല പ്രയോഗം ഉണ്ടായിട്ടും സഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരു കൂട്ടര് വഴിയിൽ വെച്ച് നിസ്കാരത്തിന്റെ സമയമായപ്പോൾ നിസ്കരിച്ചു, മറ്റേ കൂട്ടർ അവിടെ എത്തിയിട്ടും നിസ്കരിച്ചു. 2 കൂട്ടരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ 2 നിലപാടിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി 2 കൂട്ടരോട് ചോദിച്ചു, എന്തെങ്കിൽ അങ്ങനെ ചെയ്യാൻ? അപ്പൊ വഴിയിൽ നിസ്കരിച്ചവർ പറഞ്ഞു, നബിയെ, ബനൂ ഖുറൈലയിൽ ചെന്നേ നിസ്കരിക്കാവൂ എന്ന് തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം വളരെ പെട്ടെന്ന് അവിടെ എത്തണം എന്നേ ഉള്ളൂ, അല്ലാതെ നിസ്കാരം അവിടെ എത്തിയിട്ട് ചെയ്യുന്നതിൽ പ്രത്യേക കാര്യമുണ്ട് എന്നല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അവിടെ ചെന്ന് നിസ്കരിച്ചോലോ, തങ്ങൾ ഞങ്ങളോട് അവിടെ ചെന്ന് നിസ്കരിക്കാനല്ലേ പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്ന് നിസ്കരിച്ചു. അപ്പൊ ഫമാഅന്നഫവാഹിദം മിൻഹുമാ, 2 കക്ഷിയും റസൂലുള്ള ആക്ഷേപിച്ചില്ല, അഥവാ 2 ശരിയാന്ന് പറഞ്ഞു. അതായത് റസൂലുള്ളാഹിയുടെ ഒരു ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് സഹാബത്തിന്റെ ഇടയിൽ ഭിന്ന വീക്ഷണങ്ങൾ വരും.
ആ ഭിന്ന വീക്ഷണങ്ങളിൽ ഒരു വീക്ഷണത്തിന്റെ കൂടെ ഷാഫി ഇമാം നിന്നിട്ടുണ്ടാവും, മറ്റൊരു വീക്ഷണത്തിന്റെ കൂടെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു നിന്നിട്ടുണ്ടാകും, മറ്റൊരു വീക്ഷണത്തിന്റെ കൂടെ മാലിക് ഇമാമും വേറൊരു വീക്ഷണത്തിന്റെ കൂടെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു നിന്നിട്ടുണ്ടാവും. എങ്കിൽ ഈ നാലും ശരിയാണെന്ന് റസൂലുള്ളാഹി അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ്. അതായത് ഒരു ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിന് ഒരു ഹൈവേയുടെ 4 ട്രാക്ക് പോലെ മാത്രമേ മദ്ഹബുകളെ കാണേണ്ടതുള്ളൂ. അത് അടിസ്ഥാനപരമായ ഭിന്നിപ്പല്ല. അതുകൊണ്ട് തന്നെ വക്കാനൂഷിയാൻ കക്ഷികളായി എന്ന് പറഞ്ഞതിൽ ആ ഭിന്നിപ്പ് പെടുന്നതുമല്ല. അതേസമയത്ത് അടിസ്ഥാനപരമായ ഭിന്നിപ്പാണ് ഇവിടുത്തെ വിഷയം. ആ വിഷയം ഒരിക്കലും നമ്മുടെ ഭാഗത്തുണ്ടാകരുത്. ബിദഅകൾ ആ അടിസ്ഥാനപരമായ ഭിന്നിപ്പിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, മൻ ജാഅ ബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹ. ആരെങ്കിലും ഒരു നന്മ കൊണ്ടുവരച്ചാൽ ഒരു നന്മ ചെയ്താൽ ഫലഹു അശ്റു അംസാലിഹ, അവനതിന്റെ 10 ഇരട്ടി അതുപോലത്തെ 10 പ്രതിഫലമുണ്ട്. വമൻ ജാഅ ബിസ്സയ്യാത്തി, ഒരു തിന്മ ഒരാൾ കൊണ്ടുവന്നാൽ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹ, അതുപോലത്തതല്ലാതെ ഒരു പ്രതിഫലം നൽകപ്പെടില്ല. അതായത് ഒരു തിന്മക്ക് ഒരു ശിക്ഷയായിരിക്കും നൽകപ്പെടുക. വഹും ലാ യുസ്ലമൂൻ, അവരാക്രമിക്കപ്പെടുന്നതല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതായത് പടച്ചവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് ഒരു നന്മ ഒരാൾ ചെയ്താൽ ആ നന്മക്ക് ചുരുങ്ങിയത് 10 ഇരട്ടി പ്രതിഫലം. പണ്ഡിതന്മാരത് വിശദീകരിച്ചോ പറഞ്ഞിട്ടുണ്ട്. ഈ 10 എന്ന് പറയുന്നത് ലിമിറ്റഡ് അല്ല, മറിച്ച് ആ ചെയ്യുന്ന ആളുടെ ക്വാളിറ്റി അനുസരിച്ചും അദ്ദേഹത്തിന്റെ മനസ്ഥിതി അനുസരിച്ചൊക്കെ അത് പിന്നെയും ഇരട്ടി അങ്ങനെ കൂടും. ചുരുങ്ങിയത് എത്ര ഇരട്ടി? 10 ഇരട്ടി ഉണ്ടെന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു നന്മയായി പരിഗണിക്കപ്പെടാനുള്ള നിബന്ധനകൾ പലതും ഉണ്ടാവും. തിന്മയാവാൻ പ്രത്യേകിച്ച് നിബന്ധനയൊന്നുമില്ല. അതുകൊണ്ട് ഒരു തിന്മ നമ്മൾ ചെയ്താൽ ഒരു കുറ്റമാണെങ്കിലും ആ കുറ്റം ഉറപ്പായി. അതേസമയത്ത് ഒരു നന്മ ചെയ്താൽ അത് നന്മയായി അല്ലാഹു തആല ആക്സെപ്റ്റ് ചെയ്തോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് പരമാവധി സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടി നമ്മൾ നടത്തണം എന്നുണർത്തുന്നു. ഈ ആയത്ത് വ്യാഖ്യാനിച്ചപ്പോൾ പല മഹാന്മാരും പറഞ്ഞിട്ടുണ്ട്, ഒരാൾ ഒരു നന്മ ചെയ്യാൻ തീരുമാനിച്ചു എന്നിട്ട് ചെയ്തില്ല, എന്നാൽ പോലും അതൊരു നന്മയെ അല്ലാഹു തആല കണക്കാക്കുകയും 10 ഇരട്ടി പ്രതിഫലം നൽകുകയും ചെയ്യും. ഒരു തിന്മ ചെയ്യാൻ തീരുമാനിച്ചു, പക്ഷെ പടച്ചോനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ എന്ത് ചെയ്തു? ആ തിന്മ ചെയ്തില്ല. എങ്കിൽ ആ ചെയ്യാതിരുന്നത് പോലും ഒരു നന്മയായി കണക്കാക്കുന്ന അവസ്ഥ. ഇനി അഥവാ ഒരു തിന്മ ചെയ്താൽ അത് ഒറ്റ തിന്മയായി കണക്കാക്കുകയും ഒരു ശിക്ഷക്ക് അവൻ അർഹനായി തീരുകയും ചെയ്യുന്ന, ഒരു പക്ഷേ അള്ളാഹു അതും വിട്ടുകൊടുത്തേക്കാം, അല്ലെങ്കിൽ അള്ളാഹു തആല അതിനനുസരിച്ച് ശിക്ഷിച്ചേക്കാം. ഇതാണ് നിലപാട്. പടച്ചറബിന്റെ കാരുണ്യമാണ് ഇവിടെ പ്രകടമാകുന്നത്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങളെക്കുറിച്ച് നന്നായി ഓർക്കുകയും സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.